ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ പച്ച സ്രാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്രാവ് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ്. രണ്ട് തരത്തിൽ സ്രാവ് ക്ലീൻ ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ഈ സ്രാവ് കുറച്ച് സമയം ഒന്ന് പച്ചവെള്ളത്തിലിട്ട് വയ്ക്കാം. ഈ സ്രാവിന് ഒരുമാതിരി സ്മെല്ലുണ്ടായിരിക്കും. അപ്പോൾ ഒരു അരമണിക്കൂർക്ക് ഈ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മെല്ല് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. അങ്ങനെ ഒരു അരമണിക്കൂർ ഞാൻ ഈ സ്രാവ് പച്ചവെള്ളത്തിലിട്ട് വെച്ചു. അതിനുശേഷം ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സ്രാവിലേക്ക് സ്രാവ് നന്നായിട്ട് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ സ്രാവിൻ്റെ വയറ് പൊട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, നമ്മൾ എന്തായാലും വയറ് പൊട്ടിക്കുമല്ലോ അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റ് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ സ്രാവ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. ഇത് കുറച്ച് സമയം അങ്ങനെ ഇരിക്കട്ടെ. മുഴുവനായിട്ട് സ്രാവ് മുങ്ങിക്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് കൈ വെച്ച് ചെയ്യരുത്, കൈ പൊള്ളാതെ സൂക്ഷിക്കണം, കാരണം നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ ഇതുപോലെ സ്രാവിൻ്റെ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ ആയി കിട്ടിയിട്ടുണ്ടായിരിക്കും ഈ സ്രാവുമേ. നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന ഒരു രീതിയല്ല ഇത്. ഞാനിത് ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണ്. സാധാരണ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന രീതിയാണ് ഞാൻ രണ്ടാമത് കാണിക്കാൻ പോകുന്നത്. അമ്മ അത് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ നോക്കിയത്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് സ്രാവിനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കത്തിയോ ചകിരിയോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ള ഈ കറുത്ത കളറൊക്കെ പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാനിത് എത്ര ഉരച്ച് നോക്കിയിട്ട് ഇത് പോകുന്നുണ്ടായിരുന്നില്ല, ഫ്ലോപ്പായി പോയി. ഒരുപാട് പേര് ചെയ്ത് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഫ്ലോപ്പായി പോകേണ്ട ഒരു ഐഡിയ അല്ല, ചിലപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത്തെ രീതിയിലേക്ക് കടന്നു. വേഗം അമ്മേനെ വിളിച്ചു. നമുക്കിനി ഇത് നല്ല ഒരയുള്ളൊരു കല്ലുണ്ടായിരിക്കുമല്ലോ, ആ കല്ലുമ്മേ നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കറുപ്പൊക്കെ എന്തായാലും പോയി കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഐഡിയ ഫ്ലോപ്പായി പോയ സ്ഥിതിക്ക് രണ്ടാമത്തെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അമ്മ വന്നിട്ട് ഇത് അവിടെ ഉരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മൊത്തം ഒന്ന് ഉരച്ചെടുത്തിട്ട് ആ കറുപ്പൊക്കെ ഒന്ന് പോയതിന് ശേഷം കാണാം. സ്രാവ് അപ്പോൾ അവിടെ ഉരച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ വീഡിയോസ് എന്തായാലും എല്ലാവരും ഫുള്ളായിട്ട് കാണണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ സ്രാവിൻ്റെ ഉരക്കലൊക്കെ കഴിഞ്ഞിട്ട് അതിന് നന്നായിട്ട് കഴുകി എടുക്കുകയാണ്. അപ്പോൾ ആകുമ്പോഴത്തെ കറുപ്പ് കളറൊക്കെ പോയിട്ട് നല്ല വൈറ്റ് കളർ സ്രാവായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ് പരിപാടിയിലേക്ക് കിടക്കാം. ഈ സൈഡിൽ കാണുന്ന ഇതൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടതാണ്. കളയണമെന്നില്ല, നമുക്കത് കറിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നമുക്കത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ വയറൊന്ന് കീറിയെടുക്കണം. വയർ കീറിയിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് എടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെ താഴെ കട്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കഴുത്തിൻ്റെ അവിടെ കട്ട് ചെയ്തിട്ടായാലും വലിച്ചെടുക്കാം. ഞാനിപ്പോൾ താഴെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വേസ്റ്റ് മൊത്തമായിട്ട് ഇങ്ങനെ പോരും. ഞാൻ ഒന്ന് വലിച്ചെടുത്ത് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ മൊത്തമായിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ കിട്ടും. അല്ലെങ്കിൽ കഴുത്തിൻ്റെ അവിടെ നിന്ന് വലിച്ചെടുത്താലും ഇതുപോലെ തന്നെ നമുക്ക് കയ്യിൽ കിട്ടും. അപ്പോൾ നമ്മുടെ സ്രാവിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ നമ്മൾ മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റ് എന്തായാലും നമുക്ക് കുറേ നേരമായിട്ട് ഈ വേസ്റ്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തല ഒന്ന് മുറിച്ചെടുക്കണം. ഈ കണ്ണിൻ്റെ കുറച്ച് താഴ്ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ തല കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ തല മുറിച്ചെടുത്ത് കളയൊന്നും വേണ്ട കേട്ടോ. ഈ തലയൊക്കെ നമുക്ക് അതിലത്തെ പല്ലും കരളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് കളയേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ദാ തല കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ആ തലയുടെ താഴെയുള്ള ആ ചുണ്ടിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. അത് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ആ ചുണ്ടൊന്ന് കാണിച്ചു തരാം, എത്രത്തോളം നമ്മളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ കണ്ണുമ്മ ജസ്റ്റ് 2 കണ്ണുമ്മയും ഒരുമിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വായ തുറക്കും. അപ്പോൾ നമുക്കതിൻ്റെ പല്ലും കൂടെ അതിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റും. പക്ഷേ പല്ലെടുത്ത് കളയുന്ന സമയത്ത് ആ പല്ലുമ്മ കൈ കൊള്ളാതെ ശ്രദ്ധിക്കണം. എൻ്റെ കൈ ഇതാ കൊണ്ട് കഴിഞ്ഞപ്പോൾ അതാ ബ്ലഡ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കത്തി കൊണ്ട് അങ്ങനെ നമ്മൾ പല്ല് എടുത്ത് കളയണം എന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അതൊന്നിങ്ങനെ കീറി വലിച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും അങ്ങനെ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ കിട്ടിയ പല്ലെന്തായാലും ഞാൻ പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു സംഭവം വായയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതെന്തായാലും കളയാനുള്ളതായിരിക്കും. അപ്പോൾ ഞാൻ അത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് നാവും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതിൻ്റെ കൂട്ടത്തിൽ കണ്ണും, അത് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞാൽ കംപ്ലീറ്റ് ആയി. പൂച്ചകൾ പോയിട്ടില്ല കേട്ടോ. എല്ലാ വേസ്റ്റും ഞാൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അവർ പോയിട്ടില്ല. നമ്മളിത് എപ്പോഴാണോ നന്നാക്കി കഴിയുന്നത്, ഇനി എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവിടെ ഇങ്ങനെ കാവലിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ആവശ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കലാണ്. ഞാനിതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മൊത്തം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്രാവിൻ്റെ കട്ടിങ്ങും ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ചെറിയ പണി ബാക്കിയുള്ളത്, നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പീസസ് ഉണ്ടല്ലോ, ഇതൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഒരു 2-3 വട്ടമൊക്കെ നന്നായിട്ടൊന്ന് കഴുകി കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്രാവ് ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക.